ഹായ് ഡിയേഴ്സ്, നമ്മൾ പല ആളുകൾക്കും ഇപ്പോഴുള്ള ഒരു സംശയമാണ് ഈ ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് എവിടെയാണ് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു വീഡിയോയുടെ കൂടെ ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് ഇതിന്റെ പ്രോപ്പർ യൂസേജ് ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഷുഡ് ഹാവ്, വുഡ് ഹാവ്, കുഡ് ഹാവ് ഇത് മൂന്നും പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേത് ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് മൂന്നിനും ഡിഫറെന്റ് മീനിങ്സ് ആണുള്ളത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഷുഡ് ഹാവിനും കുഡ് ഹാവിനും വുഡ് ഹാവിനും ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേർബിന്റെ തേർഡ് ഫോം ആണ്. ക്ലിയർ? ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് യൂസേജ് വരുന്നത് പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയാന് ഷുഡ് ഹാവ്, വുഡ് ഹാവ്, കുഡ് ഹാവിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേർബിന്റെ തേർഡ് ഫോം ആണ്. മൂന്നും ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് കുഡ് ഹാവ് എന്നുള്ളത് ഇതിനെ കാണിക്കുന്നത്, കുഡ് ഹാവ് വെച്ചുകൊണ്ട് നമ്മളൊരു സെന്റൻസ് ഫോം ചെയ്യേണ്ട സിറ്റുവേഷൻ എന്നുള്ളത് പാസ്റ്റിലുള്ള പോസിബിലിറ്റിയെ പറയാൻ വേണ്ടിയിട്ടാണ് കുഡ് ഹാവ് യൂസ് ചെയ്യേണ്ടത്. പോസിബിലിറ്റിയോ ഓർ എബിലിറ്റിയോ, പാസ്റ്റിലുള്ള പോസിബിലിറ്റിയോ എബിലിറ്റിയോ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് ഹാവ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യേണ്ടത് പാസ്റ്റിലുള്ള ഒബ്ലിഗേഷനോ ഓർ റിഗ്രറ്റോ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വുഡ് ഹാവ് എന്നുള്ളത് അതൊരു അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെന്റൻസ് ഫോം ചെയ്യുകയാണ്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, സോ ഒരു സിറ്റുവേഷൻ എടുത്ത് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമിന് നമ്മൾ പോയപ്പോൾ എല്ലാ ആളുകളും എത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, നമ്മൾ കുറച്ചുകൂടെ നേരത്തെ എത്തണമായിരുന്നു. ക്ലിയർ? ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സെന്റൻസ് ഫോം ചെയ്യേണ്ടത് വി ഷുഡ് ഹാവ് റീച്ച്ഡ് ഏർലി. വി ഷുഡ് ഹാവ് റീച്ച്ഡ് ഏർലി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മുടെ വരുന്നത് കുഡ് ഹാവ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് അതിന്റെ എക്സാക്ട് മീനിങ് വരുന്നത് പ്രോഗ്രാമിനെത്തി, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പരസ്പരം പറയാണ് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ വരാൻ പറ്റുമായിരുന്നേനെ, നമുക്ക് കുറച്ചും കൂടെ നേരത്തെ വരാൻ കഴിയുമായിരുന്നേനെ. നമ്മൾ വന്നിട്ടില്ല, നമുക്ക് പറ്റുമായിരുന്നേനെ, പക്ഷെ നമ്മൾ വന്നില്ല. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പറയാണ് വി കുഡ് ഹാവ് റീച്ച്ഡ് ഏർലി. വി കുഡ് ഹാവ് റീച്ച്ഡ് ഏർലി. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്, നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എല്ലാവരും പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് എത്തി, നമ്മൾ മാത്രം എത്തിയില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ എത്തുമായിരുന്നേനെ. ഇനി അവിടെ നീ വിളിക്കാനോ എത്താനോ ഒരു ചാൻസും ഇല്ല, എന്നിട്ടും നമ്മൾ പറയാണ് നീ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ എത്തുമായിരുന്നേനെ. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇഫ് യു ഹാഡ് കോൾഡ് മീ എന്നുള്ളതാണ്. ഇഫ് യു ഹാഡ് കോൾഡ് മീ വി വുഡ് ഹാവ് റീച്ച്ഡ് ഏർലി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഒന്ന് ഫോം ചെയ്ത് നോക്കുക. നമ്മൾ നല്ലവണ്ണം പഠിക്കണമായിരുന്നു ഒരു പാസ്റ്റ് റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ ആണ്. ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുക? നമുക്കറിയാം ഷുഡ് ഹാവ് ആണ്. നമ്മുടെ സെന്റൻസ് വരുന്നത് വി ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. വി ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്, നമ്മൾ നല്ലവണ്ണം നമുക്ക് പഠിക്കാൻ കഴിയുമായിരുന്നേനെ. ഇവിടെ ഏതാ നമ്മൾ യൂസ് ചെയ്യുക? കുഡ് ഹാവ് ആണ്. അപ്പൊ എങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യേണ്ടത്? വി കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. വി കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്, നമ്മൾ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എക്സാമിൽ പാസ്സാകുമായിരുന്നേനെ. എങ്ങനെയാണ്? ഇഫ് വി ഹാഡ് സ്റ്റഡീഡ് വെൽ we would have passed. Clear ആയല്ലോ? If we had studied well we would have passed in our exam. നമ്മുടെ എക്സാമിൽ നമ്മൾ പാസ്സാകുമായിരുന്നേനെ. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളുടെ ടേൺ ആണ്. വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് യൂസ് ചെയ്തുകൊണ്ട് വൺ എക്സാമ്പിൾ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ മീറ്റ് വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.